അപ്പോൾ നമ്മളിന്ന് നെയ്പായസം ഉണ്ടാക്കാൻ പോവാ. നെയ്പായസം നാളെ ഷ്യാമിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊരു നെയ്പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല, ഉണ്ടാക്കിയിട്ട് നാളെ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ മേടിച്ച ഗ്രാൻഡ് മാസിൻ്റെ പായസം റൈസ് എന്ന് പറഞ്ഞ് ഒരു പാക്കറ്റ് വരുന്നുണ്ട്. അതാണ് ഞാൻ വാങ്ങിച്ചത്. അതാണ് ഈ കാണുന്നത് പായസം റൈസാണ്. അതായത് പച്ചനെല്ല് കുത്തിയതാണ് പച്ചനെല്ല്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ പായസം ഉണ്ടാക്കുക. അപ്പോൾ ഇത് കഴുകി വാരി എടുക്കുന്നു, അതിനുശേഷം പായസം ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതല്ല, ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. 1 കിലോ ശർക്കരയുണ്ട്. അപ്പോൾ അത് പാനിയാക്കി കഴിയുമ്പോഴത്തേക്കും ഈ അരി വേവിക്കും, അതിനകത്തേക്ക് ഇതിടും. പിന്നെ കുറേ പരിപാടികളുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ നെയ്പായസത്തിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. ഉണ്ടോ, ഇരിക്കണൊക്കെ നെയ്പായസത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇത് ഉണക്കമുന്തിരി, ഷുഗർ, ഏലക്ക, നെയ്യ്, ഇത് ചുക്ക്, പിന്നെ ഇത് വെഡ്ജസ് ഇതിന് വേണ്ട. വെഡ്ജസ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് കുറിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ ഇത് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുക്കും. ഇത് കഷ്ണമാക്കും കേട്ടോ, ഇതുപോലെയല്ല. ഓക്കെ, ഇത് ഏലക്ക പൊടിച്ച് വെച്ചാണ്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കണം. ചുക്കും അതുപോലെ പൊടിക്കും. ഓക്കെ, അപ്പോൾ കൊയ്യ പണി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഉരുളി വെച്ചിട്ടുണ്ട്, ഉരുളി. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുവാണേ. തിളച്ച വെള്ളം ഒഴിക്കാൻ കാരണമുണ്ട്, തിളച്ച് വരാൻ പിന്നെ നോക്കി നിൽക്കണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് തിളച്ച വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇത് കഴുകി വെച്ചേക്കണം നമ്മുടെ അരി. ഇനി ഇതിനകത്തേക്ക് ഇടുക. ഇതിനകത്ത് ഇട്ടാണ് ഇതിന് വേവിക്കുക. നമ്മുടെ അരി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് അനക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കും. പിന്നെ വെള്ളം കുറയണ അനുസരിച്ച് അരി വെന്തിട്ടില്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം അങ്ങനെ നോക്കിയും കണ്ടൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ചോറ് അതായത് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിൽ ഉരുക്കി വെച്ച ശർക്കര ഒഴിക്കുവാണേ. ഉരുക്കി വെച്ച ശർക്കര ഏകദേശം മൊത്തം ഞാൻ ഒഴിച്ചു. കുറച്ചുകൂടെ ബാക്കിയിരിക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് കിടന്ന് ഇതങ്ങ് സെറ്റാവണം. കുറേ നേരം ഇതിങ്ങനെ ഇളക്കി റെഡിയാക്കണം. ചോറ് നമ്മൾ ഇടയ്ക്ക് കുറച്ചൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചങ്ങ് വിടണം, എങ്കിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയൊരു പണി ചെയ്യുക. ഇനി ഇത് മൊത്തം ഇതിനെ ഇളക്കി ഇതിൻ്റെ എന്താ പറയണേ, ഈ ശർക്കരപ്പാനി കുറുകി വരും. അങ്ങനെയാണ് ലാസ്റ്റ് ഇത് നെയ്പായസമായിട്ട് മാറും. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ ഇളക്കി നല്ലോണം പറ്റിക്കണേ. കുറുകി വരുമ്പോഴാണല്ലോ നെയ്പായസം ആവണത്. ഇതിലിപ്പോൾ ആദ്യത്തെ ഘട്ടം നെയ്യ് ചേർക്കേണ്ട സമയമായി. പല സമയമായിട്ട് നമ്മളിതിൽ നെയ്യ് ചേർക്കുക. ഇതിലിപ്പോൾ ആദ്യം 1-ാം ഘട്ടം നെയ്യ് ചേർക്കാൻ പോയി ഞാൻ. ഓക്കെ, ഇതിപ്പോൾ 1 സ്പൂൺ നെയ്യ് ചേർത്തേ. അതൊന്ന് ഇളക്കി മിക്സ് ആക്കട്ടെ കേട്ടോ. ഇത് ഏലക്ക പൊടിച്ചത് ഇടുവാണേ. ആ കല്ല് കയ്യിൽ നിന്ന് പോലെ. ഏലക്ക പൊടിച്ചത് ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. നേരത്തെ ഇട്ട് ഏലക്കപ്പൊടി എന്താണെന്നറിയാം, അതൊക്കെ ഒന്ന് ശരിക്കും അങ്ങോട്ട് പിടിക്കട്ടെ. ഏലക്കയുടെ സ്മെല്ലൊക്കെ ഒന്ന് അടിപൊളിയാവും. ഇത് ചുക്ക് പൊടിച്ചാണേ. ചുക്ക് പൊടിച്ചത് ചേർക്കുക. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു, 1/4 മണിക്കൂറായിട്ടുണ്ടേ. ഇത്രയും നേരം കൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ നെയ്യ് ചേർത്തു, പിന്നെ ഏലക്കാപ്പൊടി, പിന്നെ ചുക്കുപൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിങ്ങനെ വരട്ടി എടുക്കുകയാണ് അതിനെ. അവനെ ഇളക്കി പറ്റിച്ചെടുക്കോട്ടെ.
ഉണ്ടല്ലോ, ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ടാല് പായസത്തിന് തിളക്കം കിട്ടും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കുക്കിംഗ് ചാനലിലുള്ള ലക്ഷ്മി ഇല്ലേ, ലക്ഷ്മി നായരനാണോ? ലക്ഷ്മി ചേച്ചി. ആ ചേച്ചി പറഞ്ഞു ഇതിട്ടാൽ തിളക്കം കിട്ടുമെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതുപോലെ പഞ്ചസാര ഇടാറുണ്ട്. തിളങ്ങുമോ നോക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ നെയ്പായസത്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഉണക്കമുന്തിരി നെയ്യിൽ വറുത്തതും തേങ്ങാക്കൊത്ത് വറുത്തതും പിന്നെ കുറച്ച് കൽക്കണ്ടം പൊടിച്ച് അതും കൂടെ അതിൻ്റെ മുകളിൽ ഇടും. അപ്പോൾ അതോടെ കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. നെയ്പായസം റെഡിയായി. ഇതിപ്പോൾ റെഡിയാണ്. ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, സ്റ്റൗ ഇപ്പോൾ ഓഫ് ചെയ്തു. ഓക്കെ, ഇതാണ് എൻ്റെ പരിപാടി. കേട്ടല്ലേ? തേങ്ങാക്കൊത്ത് നെയ്യിൽ ഓർത്തിടാവേ. ഇതാണ് നമ്മുടെ നെയ്പായസിൻ്റെ ഫൈനൽ സ്റ്റേജായിട്ട്. ഇതിൽ നമ്മളിപ്പോൾ ഈ തേങ്ങാക്കൊത്ത് വറുത്തതും പിന്നെ മുന്തിരി, ഉണക്കമുന്തിരി അതും കൂടി ഇടും. ഉണക്കമുന്തിരി നെയ്യിൽ വറുത്തെടുക്കുന്നു, തേങ്ങാക്കൊത്ത് വറുത്തിട്ടു. അങ്ങനെ നെയ്പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഉണക്കമുന്തിരി നെയ്യിൽ വറുത്തതും പിന്നെ തേങ്ങാക്കൊത്തും ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കൽക്കണ്ടം പൊടിച്ചതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇടും. ഓക്കെ, കൽക്കണ്ടപ്പൊടി. ഇപ്പം അമ്പലത്തിലാണെങ്കിൽ ഇതിൻ്റെ മേളിൽ കുറച്ച് ചെത്തിപ്പൂവും തുളസിയിലേക്ക് ഇട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അമ്പലത്തിലല്ലോ, വീട്ടിലുണ്ടാക്കിയല്ലേ. പിന്നെ ഇവിടെ ഈ പറഞ്ഞ തെച്ചിപ്പൂവും തുളസിയിലൊന്നും ഇവിടെ ഇല്ല, അപ്പം അതുകൊണ്ട് അതൊന്നുമില്ല. അപ്പം നമ്മുടെ നെയ്പായസം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സമയമുള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കേ. ബൈ.